കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ. റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ ജനുവരി 21 അടൂരിൽ നടക്കും. അടൂർ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിൽ രാവിലെ 10:30 കൗൺസിൽ ആരംഭിക്കുക. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അലാവുദ്ദീൻ പറക്കോട്, ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പന്തളം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. കഴിഞ്ഞ 13 വർഷക്കാലമായി സംസ്ഥാനത്ത് റാവുത്തർ വിഭാഗം എല്ലാ ജില്ലയിലും ഉണ്ട്. അവരെ ഏകോപിപ്പിക്കാനും അവരുടേതായ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് സമൂഹത്തിലെ രാഷ്ട്രീയ അധികാരവും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാന കൗൺസിൽ 21-ാം തീയതി അതിർക്കുന്നത്. പ്രധാനമായ ഒരു റിപ്പോർട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. അതിന്റെ വെളിച്ചത്തിലാണ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് പാലോളി മുഹമ്മദ് കുട്ടിയെ കമ്മീഷനായി വെച്ച് അതെങ്ങനെ നടപ്പാക്കാമെന്ന് പഠിച്ചു. അതാണ് പാലോളി കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് 22ഓളം ശുപാർശകൾ കൊടുത്തു. നടപ്പാക്കിയിട്ടില്ലെന്നുള്ളതല്ല. ന്യൂനപക്ഷ കമ്മീഷൻ അതിന്റെ ഭാഗമായി വന്നു. മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് അതിന്റെ ഭാഗമായി വന്നു. അതിന് ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. റെഗുലർ അല്ല, പലപ്പോഴൊക്കെ കൊടുക്കും. രാവിലെ 9:30 സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അലാവുദ്ദീൻ പറക്കോട് പതാക ഉയർത്തും. തുടർന്ന് കൗൺസിൽ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് M അബ്ദുൽ സലാം അക്കരയിൽ അധ്യക്ഷനാകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ ആമുഖ പ്രഭാഷണം നടത്തും. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തും. കേരള രാഷ്ട്രീയവും മുസ്ലിം സമുദായവും എന്ന വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറിയും UDF കൺവീനറുമായ CP ജോൺ പ്രഭാഷണം നടത്തും. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജു എബ്രഹാം മുഖ്യാതിഥിയാകും. മുസ്ലിം സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ സംബന്ധിച്ച അവകാശ പത്രിക കൗൺസിലിൽ പ്രകാശനം ചെയ്യുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. അവകാശ പത്രികയിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകുന്നവർക്ക് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് കൗൺസിൽ ചർച്ച ചെയ്യും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ റാവുത്തർ സമൂഹം 58 നിയോജക മണ്ഡലങ്ങളിൽ നിർണായക ഘടകമാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടൂർ.